നമ്മൾ പോയി കണ്ടു വെളിച്ചപ്പാട്. ഇന്നലെയാ ആശുപത്രിയിൽ വന്നത്. പേടിച്ചിരിക്കുകയായിരുന്നു. 18-ാം തീയതി അല്ലേ വിളക്ക് തുടങ്ങുന്നത്. ഇനിയെങ്കിലും നിങ്ങൾ അതിനൊന്നും പിടിപിടിപ്പായ. ഇതെന്താ ജീവനുള്ള കോഴിയോ? പല്ലും പോയി. മമ്മദിക്കയേക്കാൾ പ്രായമുള്ള കോഴികളെ മേലിൽ ഇവിടെ വയ്ക്കരുത്. അല്ല പവിത്ര, നിങ്ങൾ നമ്മുടെ വെളിച്ചപ്പാടിനെ കാണാൻ പോണില്ലേ? എന്തിനാ? നമ്മുടെ ഉള്ളിൽ ഇപ്പൊ അത്തരം മോഹങ്ങളൊന്നും ഇല്ല. പിന്നെ ദേവി വിളിച്ചാൽ പറ്റില്ല എന്നെങ്ങനെയാ പറയാ? അങ്ങനെ ഒരു യോഗ ഉണ്ടാച്ചാ ഒരു വെളിച്ചപ്പാട് എന്താണെന്ന് നോമെന്ന് കാണിച്ചു തരാം. സർവേശ്വര, മുടി വെപ്പായിരുന്നു. അല്ല, വെപ്പ് മുടിയായിരുന്നു. നമുക്കിനി അത് വേണ്ട. ഇറച്ചിൽ വീണു. അല്ല, പവിത്ര അകത്തുണ്ട്. ക്ഷമിക്കണം, മലയാളി അറിഞ്ഞോ? നമ്മുടെ രാമുന്റെ സെറ്റപ്പിന് ഇന്നലെ രാത്രി ആരോ വെട്ടി. അതെന്നെ. അതിപ്പോ രാമുന്റെ മണ്ണിൽ തന്നെ അടക്കണമെന്ന് ഒരേ നിർബന്ധം. വല്ലാത്ത സെറ്റപ്പായി പോയി. ദേവരുന്നു ദേവരുന്നു വിലാപയാത്ര. എന്തോ ചെയ്യുന്നത് എല്ലാം പോയി. അവളെന്നെ വിട്ടിട്ട് പോയി. പണതിന്റെ അച്ഛനാടാ. ഇനി ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. പൂജ, കമോൺ, ഗെറ്റ് റെഡി. ഞാൻ വരില്ല. എനിക്ക് വേണ്ട ഈ മാരേജ്. വാക്ക് പറഞ്ഞത് ഞാനല്ലല്ലോ, നിങ്ങളല്ലേ. അതങ്ങ് മാറ്റി പറഞ്ഞാൽ മതി. ആരോടായി സംസാരിക്കുന്നറിയോ? പൂജ, നിന്റെ ഫ്യൂച്ചറിനെ മാത്രമല്ല നമ്മുടെ ഫാമിലി സ്റ്റാറ്റസിനെ ഇറ്റ് വിൽ അഫക്ട്. സോ നീ ആയിട്ടൊരു സീൻ ഉണ്ടാക്കരുത്. കം വിത്ത് us. നമുക്ക് പോവാം. ഇല്ല, ഞാൻ വരില്ല. എന്നെ ആരും നിർബന്ധിക്കണ്ട. ഇവിടെ വിട്ട് ഞാൻ എങ്ങോട്ടും ഇല്ല. പിന്നെ നീ എന്ത് ചെയ്യാൻ പോവാ ആ കോലം തുള്ളുന്നവന്റെ മോനുമായിട്ട്? മമ്മി, പൂജ, യു ബിലോങ് ടു എ റോയൽ ഫാമിലി. നമ്മുടെ അന്തസ്സിന് ചേർന്ന റിലേഷൻ ആണോ ഇത്? നിനക്ക് എങ്ങനെ തോന്നി ഇവരുടെ കൂടി ഇവിടെ? നാണക്കേട്. നിന്റെ കാര്യത്തിൽ എന്തും തീരുമാനിക്കാനുള്ള റൈറ്റ് ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് പറയുന്നതനുസരിക്ക്. ഇല്ലെങ്കിലും എന്റെ ഇഷ്ടം ആരും ചോദിക്കാറില്ലല്ലോ. പണ്ടും നിങ്ങൾ എന്നാ എന്നെ കെയർ ചെയ്തിട്ടുള്ളത്? ഇപ്പൊ ഈ വന്നത് പോലും എന്നോടുള്ള സ്നേഹം കൊണ്ടല്ലെന്ന് എനിക്കറിയാം. മഹാദേവന് കൊടുത്ത വാക്ക്, അതിനു വേണ്ടിയല്ലേ? എനിക്കുണ്ട് ലൈഫിനെ കുറിച്ച് ചില സങ്കല്പങ്ങൾ. അതേതെങ്കിലും ഡിന്നർ ഹാളിൽ വെച്ച് നിങ്ങൾക്ക് മാത്രം ഫിക്സ് ചെയ്യാനുള്ളതല്ല. ഇനി എന്നോടൊന്നും ചോദിക്കരുത്. എനിക്ക് ഹരിയെ ഇഷ്ടാ. പൂജ, പാർവതി, ലെറ്റ്സ് ഗോ. സി മിസ്റ്റർ മാധവൻ നായർ, മോൻ വരുമ്പോ അയാളോട് പറഞ്ഞേക്ക് ഞങ്ങളുടെ മോളെ തിരിച്ചു കിട്ടിയേ പറ്റൂന്ന്. അത് പറഞ്ഞ് ബോധ്യപ്പെടുത്തണം അവനെ. അങ്ങനെ പറഞ്ഞു ബോധ്യപ്പെടുത്താൻ മാത്രം എന്റെ മോന്റെ ചെറിയ കുട്ടിയല്ല, പഠിപ്പും വിവരമൊക്കെ ഉള്ള ആള് തന്നെയാ. പിന്നെ അവര് തമ്മി ഇഷ്ടമായ സ്ഥിതിക്ക് ആരെതിർത്തിട്ട് ഒരു കാര്യമില്ല വർമ്മ. അപ്പൊ എല്ലാരോടും അറിഞ്ഞോണ്ടുള്ള പ്ലേ ആയിരുന്നു അല്ലേ? അങ്ങനെ പറയരുത്. വേണ്ട, സുഖമില്ലാണ്ടിരിക്കുന്ന ആളാ. മിസ്റ്റർ മാധവൻ നായർ, പൂജ ഞങ്ങളുടെ മകളാണെങ്കിൽ അവളെ എങ്ങനെയാ കൊണ്ടുപോകേണ്ടതെന്ന് ഞങ്ങൾക്കറിയാം. അച്ഛനെന്താ ഇവിടെ വന്ന് നടക്കുന്ന? ഇവിടെ വന്നിരിക്കുമ്പോ വല്ലാത്തൊരു ശാന്തത. ഒരുപാട് കാലം ഉഴുതുമറിച്ച മണ്ണല്ലേ ഇത്. ഇനി ഇതൊക്കെ എത്ര കാലം കാണാൻ കഴിയുമെന്ന് ആർക്കറിയാം. തന്നോട് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട്. തന്നോട് മാത്രമല്ല, ഈ കുട്ടിയോടും. അച്ഛൻ എന്താ പറയാൻ പോകുന്നെന്ന് എനിക്കറിയാം. ഇന്നിപ്പോ കാര്യങ്ങളൊക്കെ പൂജ പറഞ്ഞു. അച്ഛന് നന്ദി വിഷമമായല്ലേ? അവർക്ക് വേണ്ടി ഞാൻ ഇനി ഈ കുട്ടിയുടെ അച്ഛനും അമ്മയും വരുമ്പോ ഇവൾ എന്റെ മരുമകളാണെന്ന് എനിക്ക് പറയാൻ കഴിയണം. എന്നാ എനിക്കിനി മദ്രാശിക്ക് മടങ്ങേണ്ടത്. ലീവ് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള റിക്വസ്റ്റ് ഞാൻ മെയിൽ ചെയ്തിട്ടുണ്ട്. എന്തിനാടോ? ജോലിയുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും പാടില്ല. ഇനിയും വലിയ നിലയിൽ എത്തേണ്ട ആളാ താൻ. അതുകൊണ്ട് പോണം. പിന്നെ മീനാക്ഷിയുടെ കാര്യം ഒക്കെ തീർത്തു വെച്ചിട്ട് വേണം എനിക്കിവിടുന്ന് അങ്ങോട്ട് പോവാൻ. അച്ഛൻ എന്തൊക്കെയാ പറയുന്നത്?
എല്ലാം ഉള്ളിൽ ഒതുക്കി എത്ര കാലമെന്ന് വെച്ചാ നീ എനിക്ക് കാവലിരിക്കുക? അച്ഛൻ ഇനി അധികകാലമൊന്നും ഇല്ല അല്ലേ? നിന്റെ ഉള്ളൊന്ന് കലങ്ങിയ അത് ഈ അച്ഛൻ അറിയും. അന്ന് ആശുപത്രി വെച്ച് നിന്റെ മുഖം കണ്ടപ്പോഴേ ഞാൻ ഊഹിച്ചു, വാളും ചിലമ്പും ഒക്കെ ഊരിവെച്ച് യാത്രയാവാനുള്ള സമയമായെന്ന്. ഒരപേക്ഷയേ ഉള്ളൂ, ഗായത്രി മീനാക്ഷി ഒന്നും അറിയരുത്. അവർക്ക് അത് താങ്ങാനുള്ള കരുത്തുണ്ടാവില്ല. എന്തിനാ അവരുടെ സന്തോഷം കൂടെ കെടുത്തണേ? അച്ഛൻ എങ്ങോട്ടാ? ഇന്ന് അമ്പലത്തിൽ പൂജ തുടങ്ങുക. വിളക്കിനും പൂജയ്ക്കും ഞാനില്ലാന്ന് വെച്ചാ അത് ശരിയാവില്ല. വേണ്ട അച്ഛാ, ഡോക്ടർ പറഞ്ഞത് അറിയാലോ. ഒരു നാടിന്റെ മുഴുവൻ ഐശ്വര്യത്തിനു വേണ്ടി നടത്തുന്ന വിളക്ക. അത് പൂർത്തിയാവണമെങ്കിൽ ഞാനും ഉണ്ടായേ പറ്റൂ. എന്നാലും അച്ഛാ. അരുത്. കുട്ടിയുടെ സ്നേഹത്തെ എനിക്ക് നിഷേധിക്കേണ്ടി വന്നാൽ അത് വിഷമമാവും. എന്നാ ഞാനും വരാം. എനിക്കറിയാം, നിന്നെ എന്റെ ജീവന് കാവലിരിക്കാൻ എപ്പോഴും ഏൽപ്പിച്ചിരിക്കുകയല്ലേ അവൻ. എനിക്കൊന്നും വരില്ല മോളെ. ഭഗവതിയില്ലേ കൂടെ, പിന്നെ എന്തിനാ പേടിക്കുന്നേ? അച്ഛനെവിടെ? നിന്നോട് പറയണ്ടെന്ന് എന്നോട് പ്രത്യേകം പറഞ്ഞു. പോണോന്ന് നിർബന്ധം പറഞ്ഞപ്പോ ഞാനും എതിർത്തില്ല. ഇന്ന് അമ്പലത്തില് വിളക്ക് തുടങ്ങല്ലേ, അപ്പൊ ഭഗവതിയായിട്ട് ഉറയാൻ അച്ഛൻ അവിടെ ഉണ്ടാവണ്ടേ? എന്നാലും അമ്മേ. പോയി വരട്ടടാ. ഒന്നും വരുത്താണ്ട് അദ്ദേഹത്തെ തിരിച്ചു തന്നതല്ലേ ഭഗവതി. മാറ്. വിളിച്ചപ്പാട് വിളിച്ചപ്പാട്. അച്ഛാ 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 അച്ഛാ.
അവൾ ഉറങ്ങിയോ? ഇപ്പൊ ഒന്ന് മയങ്ങിയതേ ഉള്ളൂ. ഹരിക്ക് കഞ്ഞിയെടുത്ത് വെക്കട്ടെ? ഇപ്പൊ വേണ്ട, അമ്മ കിടന്നു. എന്നാലും നിനക്കെങ്കിലും ഒരു വാക്ക് എന്നോട് പറയായിരുന്നില്ലേ? എനിക്കറിയാം, പറഞ്ഞു കാണും ഞാനൊന്നും അറിയരുതെന്ന്. എന്നെ വിഷമിപ്പിക്കാതിരിക്കാൻ. എന്നിട്ടിപ്പോ എന്നെ ഒറ്റയ്ക്കാക്കി.